നമസ്കാരം. ധനുവശപുരം ഗവൺമെൻറ് IT ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് നിത്യ. ഞാൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് എന്ന ട്രേഡിലെ അധ്യാപികയാണ്. നമ്മുടെ ഇന്നത്തെ പാഠ്യഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ജാവാസ്ക്രിപ്റ്റിൽ. അപ്പോൾ നമുക്ക് എന്താണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും ഒരു കോർ പോർഷനാണ്, അഥവാ ഒരു കാതലായ ഒരു പോർഷനാണ് ഫംഗ്ഷൻ. ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്കറിയാൻ വയ്യാതെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഫംഗ്ഷൻ? എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി ഒരു ബ്ലോക്ക് ഓഫ് കോഡിന് നമ്മളൊരു പേര് കൊടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഫംഗ്ഷൻ. അതായത് പലതവണ നമുക്ക് ചെയ്യേണ്ടതായ ഒരു കാര്യം, അത് ആവർത്തിച്ച് പല 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 സമയത്തായിട്ടായിരിക്കും, ഒരേ സമയത്തായിരിക്കില്ല. ഒരേ സമയത്ത് നമുക്ക് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണെങ്കിൽ നമുക്ക് ലൂപ്പ് ഉപയോഗിക്കാം. എന്നാൽ പല സമയത്തായിട്ട് നമുക്ക് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് വേണ്ടി വരുവാണെങ്കിൽ ആ സമയം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ചെയ്യേണ്ട പ്രക്രിയ എന്താണോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അവയെ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു പേര് കൊടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്നോ അല്ലെങ്കിൽ നമ്മൾ അതിനെ സബ് റൂട്ടീൻ എന്നോ അഥവാ നമ്മൾ ഫംഗ്ഷൻ എന്നോ പല പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു റിയൽ ലൈഫിലൊരു എക്സാമ്പിൾ ഇതിന് പറയുവാണെങ്കിൽ, നമ്മളെല്ലാവരും ATM മെഷീൻ യൂസ് ചെയ്യുന്നവരാണ്. ഈ ATM മെഷീനിൽ നമ്മൾ ക്യാഷ് വിത്ഡ്രോ ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ക്യാഷ് വിത്ഡ്രോ ചെയ്യാനായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ബാലൻസ് ചെക്ക് ചെയ്യാനായിരിക്കും പോകുന്നത്. ഇങ്ങനെ പല പർപ്പസിന് അല്ലെങ്കിൽ പല ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ATM മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സപ്പോസ് ATM മെഷീനിൽ പോയി എൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആ മെനു ഡിസ്പ്ലേയിൽ ചെക്ക് ബാലൻസ് എന്നൊരു ഓപ്ഷനായിരിക്കും ക്ലിക്ക് ചെയ്യുക. സ്വാഭാവികമായും അത് എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഡിസ്പ്ലേ ചെയ്യിക്കുകയും ചെയ്യും. അപ്പോൾ ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വഴി, അല്ലെങ്കിൽ അഥവാ അതിനൊരു ഫംഗ്ഷനാക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ആ പ്രൊസീജിയറിൻ്റെ പർപ്പസ് ഇതാണ്, നമുക്ക് ബാലൻസ് റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ എൻ്റെ ആയിരുന്നാലും നിങ്ങളുടേതായിരുന്നാലും. ഇനി അതിനെ ഒരു ഫംഗ്ഷനാക്കി അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിനെ നമ്മളൊരു പ്രോഗ്രാമിങ്ങിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷനാക്കി ഒരു തവണ എഴുതി വെച്ചാൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ബാലൻസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫംഗ്ഷനെ പലതവണ വിളിച്ചുകൊണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനൊരു പ്രക്രിയ യൂസ് ചെയ്യാതെ ഓരോ പ്രാവശ്യവും നമുക്കൊരു കാര്യം വേണ്ടി വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നു, ആവശ്യം വരുമ്പോൾ മാത്രം വീണ്ടും അത് എഴുതുന്നുവെങ്കിൽ പ്രോഗ്രാം വളരെ ടീഡിയസ് ആകും, വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രൊസീജിയറായി മാറുകയും ചെയ്യും. അപ്പോൾ അതിനുപരിയായി നമുക്ക് എത്ര തവണ വേണമെങ്കിലും അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തനമായി നമുക്ക് ആവർത്തിച്ച് വരേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് കോഡ് കുറച്ചും കൂടി TDS ആകാതെ കോഡ് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാന്ന് പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഈസ് പുട്ട് ടുഗദർ വൺസ് ആൻഡ് ദെൻ ക്യാൻ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഓൺ എ വെബ് പേജ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കേസിൽ, പ്രോഗ്രാമിംഗ് കേസിൽ നമുക്കിപ്പോൾ ഈ എക്സാമ്പിൾ കേസിലാണ് പറയുകയാണെങ്കിൽ അലേർട്ട് ഒരു ഫംഗ്ഷനാണ്. അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയുന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫുൾ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഓരോ തവണയും എഴുതേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? അലേർട്ട് എന്നൊരു ഫംഗ്ഷനെ വിളിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ബോഡി അല്ലെങ്കിൽ പ്രൊസീജിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ തവണയും വർക്ക് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുക തന്നെ ചെയ്യണം, അതിൻ്റെ പേര് വെച്ച്. ഇനി എന്താണ് ഒരു ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഫംഗ്ഷൻ തന്നെയാണ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ATM മെഷീൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബാലൻസ് ചെക്ക് ചെയ്യുക. ഒരു തവണ ഒരാൾ ചെക്ക് ബാലൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബാലൻസ് എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആ ബാലൻസ് ഫംഗ്ഷൻ കോൾ ചെയ്ത് നമുക്ക് അതിൻ്റെ ബാലൻസ് എമൗണ്ട് കാണാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഓരോ തവണയും എന്ത് എഴുതേണ്ട കാര്യമില്ല. പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ കോഡ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല.
നെക്സ്റ്റ് ഈസ് മോഡുലാരിറ്റി ആണ്. മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി പണ്ട് കാലത്ത് പ്രോഗ്രാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് ഇപ്പോൾ ഒരു 1000 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിങ്ങനെ ഒരു മൊഡ്യൂൾ ആകാതെ ജസ്റ്റ് ഒരു സിംഗിൾ മൊഡ്യൂളായിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, സിംഗിൾ സബ് റൂട്ടീനായിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. പകരം അതിനെ പർപ്പസ് അനുസരിച്ച് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വൈസായിട്ട് മൊഡ്യൂളാക്കി അല്ലെങ്കിൽ പ്രൊസീജിയർ ആക്കി അതിനെ സബ് ഡിവൈഡ് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിൽ കുറച്ചും കൂടി മോഡുലാരിറ്റി വരും. മോഡുലാരിറ്റി വന്നു കഴിഞ്ഞാൽ, അതായത് മോഡുലാരിറ്റി മീൻസ് ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ ബാങ്കിങ് കാര്യങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് വിത്ഡ്രോ ചെയ്യുന്നത്, ബാലൻസ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ ചെക്ക് ബാലൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഓരോ ഫംഗ്ഷൻ നമ്മളൊരു സെപ്പറേറ്റ് മൊഡ്യൂളാക്കി കഴിഞ്ഞാൽ ദ പ്രോഗ്രാം ബിക്കം സം മോർ മൊഡ്യൂലാരിറ്റി, കുറച്ചും കൂടി റീഡബിലിറ്റി വരും എന്ന് പറയാം. ഓൾസോ ദ തേർഡ് കേസ് ഈസ് കോഡ് ബിക്കംസ് ഈസിയർ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് കുറച്ചും കൂടി വായിച്ച് മനസ്സിലാക്കി എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചാൽ, നമുക്കൊരു എന്തെങ്കിലും ചേഞ്ച് ഒരു കോഡിൽ വരുത്തണമെങ്കിൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ചേഞ്ചസ് വരുത്തിയാൽ മതി. എവിടെയൊക്കെയാണോ പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് അവിടെ എല്ലാം ഈ ചേഞ്ച് എഫക്റ്റീവ് ആയിക്കോളും. സോ ദീസ് ആർ ദ ബേസിക് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ ഫംഗ്ഷൻ ഇൻ പ്രോഗ്രാമിംഗ്. സോ നെക്സ്റ്റ് ഹൗ വി ആർ ഗോയിങ് ടു റൈറ്റ് എ ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം, അല്ലെങ്കിൽ വാട്ട് ഈസ് എ സിൻടാക്സ് ഓഫ് എ ഫംഗ്ഷൻ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഒരു ജാവാസ്ക്രിപ്റ്റിൽ നമുക്കൊരു ഫംഗ്ഷൻ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഫംഗ്ഷൻ. സ്വാഭാവികമായും കീവേഡ് ആയതുകൊണ്ട് നമ്മളതിനെ ചെറിയ അക്ഷരത്തിലാണ് എഴുതേണ്ടത്. യൂസ് ലോവർ കേസ് ലെറ്റേഴ്സ് ആൻഡ് ദിസ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ദെൻ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ്റെ പേര് പറയുക. ഫംഗ്ഷൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷൻ നെയിം ഈസ് ആൻ ഐഡൻറ്റിഫയർ. സോ വി ഹാവ് ടു ഫോളോ ഓൾ ദ റൂൾസ് വൈൽ റൈറ്റിംഗ് ആൻ ഐഡൻറ്റിഫയർ. ഒരു ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വേണം ഫംഗ്ഷൻ്റെ പേരും ഇവിടെ സൂചിപ്പിക്കാൻ. ഉദാഹരണത്തിന് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ, ഡോളർ സൈൻസ് ഇതെല്ലാം നമുക്ക് അലൗഡ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ആദ്യം ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര് എഴുതുക, ദെൻ ഫോളോഡ് ബൈ എ പാരന്തസിസ്. യു നോ ദാറ്റ് വാട്ട് ഈസ് എ പാരന്തസിസ്? ഇറ്റ്സ് എ സിമ്പിൾ ബ്രാക്കറ്റ്. പാരന്തസിസ് കൊടുക്കുക. പാരന്തസിസിന് ശേഷം ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു വിടേണ്ട പാരാമീറ്റേഴ്സ് നമ്മൾ കോമ സെപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുക. സോ യു ക്യാൻ സീ ദ സിൻടാക്സ് ദെയർ. ഫംഗ്ഷൻ നെയിം, then opening parenthesis, parameter 1, parameter 2, parameter 3, and after that അതിനുശേഷം ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇടുക, ഓപ്പണിംഗ് ബ്രേസ്, അതിനകത്ത് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. നമുക്ക് എന്താണോ ഈ ഫംഗ്ഷനെ വെച്ച് വർക്ക് ചെയ്യേണ്ട കോഡ്, ആ കോഡ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഫംഗ്ഷൻ്റെ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സോ ദിസ് ഈസ് എ ജനറൽ സിൻടാക്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇത് ഞാനൊരു പിക്ചോറിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ്, ദെൻ ദർ ഈസ് ദ ഫംഗ്ഷൻ നെയിം, ദെൻ ദർ ആർ സം സ്പേസ് ഫോർ പാരാമീറ്റേഴ്സ്, ദെൻ ഫംഗ്ഷൻ ബോഡി, ദെൻ ഐ ഹാവ് ആഡഡ് വൺ മോർ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ദെയർ, ദെൻ ഐ ക്ലോസ് ദ ഫംഗ്ഷൻ. ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഉണ്ട്, അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര്, പിന്നെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ബ്രാക്കറ്റിൽ, അതിനകത്ത് ഫംഗ്ഷൻ്റെ ബോഡി, അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാനിവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, റിട്ടേൺ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നുണ്ട്. ഇതിനുശേഷം ഞാൻ താഴെ ഒരു ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ എന്ന് എഴുതി. അതിനുശേഷം മൈ ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷൻ്റെ പേര് എഴുതുക. പേര് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, എങ്കിലും ആ ഫംഗ്ഷൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടുള്ള പേര് കൊടുക്കുക. ദെൻ അതിനുശേഷം ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എ, ബി എന്ന് പറയുക. അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ എ ഇൻറ്റു ബി ആണ്. ഞാൻ എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് അഥവാ ഗുണനമെടുത്ത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തേക്കുന്നു. ഇതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണണം. അതിലേക്ക് നമ്മൾ വരും. അതിന് മുന്നേ ആയിട്ട് സിൻടാക്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ എഴുതേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഒന്നും കൂടി, ഫംഗ്ഷൻ എന്നുള്ള കുഞ്ഞക്ഷരത്തിൽ എഴുതുക, അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ദർ ഷുഡ് ബി എ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാവണം. ഫോളോഡ് ബൈ ഓപ്പണിംഗ് പാരന്തസിസ്, ദെൻ പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, പാരന്തസിസ് ക്ലോസ് ചെയ്യുക, ഒരു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് കൊടുക്കുക. നിർബന്ധമായി നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. സോ ഒരുപാട് കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ് കേർലി ബ്രാക്കറ്റ്സ് മിസ്സിംഗ് ആവുന്നത്. അത് വളരെ എററായിട്ടുണ്ടാവും. ദെൻ കേർലി ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഫംഗ്ഷൻ്റെ ബോഡി എന്താണോ ആ ബോഡി സ്റ്റേറ്റ്മെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ക്ലോസ് ദ കേർലി ബ്രാക്കറ്റ്. ദെൻ നൗ ഐ എം ടോക്കിംഗ് അബൌട്ട് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. അടുത്തതാണ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പറയുക. ഫംഗ്ഷൻ പാരാമീറ്റർ ഈസ് നത്തിങ് ബട്ട് അത് നമ്മൾ എന്താണ് ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഫംഗ്ഷന് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന് വർക്ക് ചെയ്യാൻ വേണ്ട ഇൻപുട്ട് എന്താണ്, അതിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്നിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. ഫെസിലിറ്റി ടു പാസ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് വൈൽ കോളിംഗ് എ ഫംഗ്ഷൻ.
Past parameters can be captured inside the function and any manipulation can be done over those parameters. നമുക്ക് കൊടുത്തുവിടുന്ന പാരാമീറ്റേഴ്സിനെ ഫംഗ്ഷനകത്ത് കളക്ട് ചെയ്യുകയും ആ പാരാമീറ്റേഴ്സിൻ്റെ മേൽ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്തുകയും ചെയ്യാം. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഈ പാരാമീറ്റേഴ്സിനെ റീഡ് ഓൺലി ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഫംഗ്ഷൻ തന്നെ ഡെപ്തിൽ നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത്രേ ഇത് കവർ ചെയ്യുന്നുള്ളൂ. സോ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഒരു ഫംഗ്ഷന് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഇൻടേക്ക് ആയിട്ട് എടുക്കാം, സെപ്പറേറ്റഡ് ബൈ കോമസ്. നമുക്ക് ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് നമുക്കൊരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം, പക്ഷേ ഓർക്കുക കോമ സെപ്പറേറ്റർ ആയിട്ട് കൊടുക്കുക. Then parameters define the interface between the function and the rest of the web page. നമുക്കൊരു ഇൻറ്ററാക്ഷൻ, ഒരു ഫംഗ്ഷനും അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമിംഗ് ബ്ലോക്കും തമ്മിലൊരു ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ദ പാരാമീറ്റേഴ്സ് ആയിരിക്കും. നമുക്കൊരു മെസ്സേജ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതും ഫംഗ്ഷൻ തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യുന്നതുമെല്ലാം ഒരു ഇൻറ്ററാക്ഷൻ നടക്കുന്നത് ത്രൂ ദിസ് മെസ്സേജ് പാസിംഗ് ഓർ പാരാമീറ്റർ പാസിംഗ്. ഈ പാരാമീറ്റേഴ്സിന് നമുക്ക് വേറൊരു പേരും കൂടി പറയാൻ പറ്റും, ആർഗ്യുമെൻറ്റ്സ് എന്നും നമുക്ക് പറയാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ആൻ എക്സാമ്പിൾ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ പേര് സേ എന്നാണ്. ഈ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ ഹെഡ് സെക്ഷനിലാണ്. ബോഡി സെക്ഷനിൽ ഞാനൊരു ഫോം വെച്ചിട്ടുണ്ട്. ആ ഫോമിനകത്ത് ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. ആ ബട്ടൻ്റെ ഓൺ ക്ലിക്ക് എന്നുള്ള ഇവൻറ്റിലാണ് ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി ഫംഗ്ഷൻ്റെ പ്രോഗ്രാമിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷന് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ആ ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഫംഗ്ഷൻ്റെ ബോഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമല്ല, ഫംഗ്ഷൻ എന്ന് ഏതൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിലും ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് ബി കോൾഡ്, അതിനെ വിളിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് ബി ഇൻവോക്ഡ് എന്ന് പറയും, ഫംഗ്ഷനെ നമ്മൾ വിളിക്കുക തന്നെ ചെയ്യണം. അതായത് ഇവിടെ ഓൺ ക്ലിക്കിൽ ഞാൻ സേ എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഫംഗ്ഷനുള്ളിൽ രണ്ട് പാരാമീറ്റേഴ്സാണ് ഇവിടെ പാസ് ചെയ്യപ്പെടുന്നത്. ഒന്ന് ബാബ്ട്ര എന്നൊരു പേരും രണ്ടെന്ന് പറയുന്നൊരു നമ്പറുമാണ്. അപ്പോൾ സേ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോളിംഗ് പാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് കോളിംഗ് അഥവാ ഇൻവോക്കിംഗ് പാർട്ട് എന്ന് പറയും. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ കൺട്രോൾ പോകുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണോ അങ്ങോട്ടാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പോർഷനിലേക്കാണ്. അങ്ങോട്ട് കൺട്രോൾ പോകുമ്പം ഈ പറയുന്ന ബാബ്ട്ര ആൻഡ് ടു എന്ന് പറയുന്ന ഈ രണ്ട് പാരാമീറ്റേഴ്സും ഫംഗ്ഷനിൽ പറഞ്ഞിരിക്കുന്ന നെയിം ആൻഡ് ഏജ് എന്ന് പറയുന്ന പാരാമീറ്റർ വേരിയബിൾസിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഫംഗ്ഷൻ്റെ ബോഡിയായ അലേർട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അലേർട്ട് കമാൻഡ്, അലേർട്ട് എന്ന് പറയുന്ന മറ്റൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനോട് വർക്ക് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പ്രോഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ. ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കോളിംഗ് അഥവാ ഫംഗ്ഷനെ വിളിക്കുന്നൊരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ. സോ ഒരു ഫംഗ്ഷൻ, ഏതൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിലും ഐ ഹാവ് ടോൾഡ് യു ദ ഫംഗ്ഷൻ ഷുഡ് ബി കോൾഡ്, ഫംഗ്ഷൻ വിളിച്ചിരിക്കണം. സോ ദ കോഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ വിൽ എക്സിക്യൂട്ട് വെൻ സംതിങ് ഇൻവോക്സ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷനെ വിളിക്കുമ്പോഴാണ് ഫംഗ്ഷൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ATM മെഷീനിൽ പോയി വെൻ വി ക്ലിക്ക് ഓൺ ദ ചെക്ക് ബാലൻസ്, നമ്മൾ ചെക്ക് ബാലൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വാട്ട് വിൽ ഹാപ്പൻ ദ ആ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നത്. സിമിലർലി നമുക്കൊരു ഫംഗ്ഷനെ എങ്ങനെയൊക്കെ ഇൻവോക്ക് ചെയ്യിക്കാം. ഒന്ന്, നമുക്കൊരു ഇവൻറ്റ് ഒക്കർ ചെയ്തുകൊണ്ട് ലൈക്ക് എ ബട്ടൺ ക്ലിക്ക് അല്ലെങ്കിൽ ഒരു കീബോർഡ് പ്രസ്, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡിൻ്റെ ഒരു ഭാഗം വെച്ച് നമുക്കൊരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യിപ്പിക്കാം. ഞാൻ ഈ കഴിഞ്ഞ എക്സാമ്പിളിൽ ഇവൻറ്റ് വെച്ചിട്ട് ഒരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ സേ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ സേവ് ഫംഗ്ഷൻ അകത്ത് നിന്നുമാണ് ഞാൻ അലേർട്ട് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ വിളിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് എക്സാമ്പിളായിട്ട് പറയാം. വെൻ ഇറ്റ് ഈസ് ഇൻവോക്ഡ് ഫ്രം ജാവാസ്ക്രിപ്റ്റ് കോഡ്, ഒരു കോഡിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഫംഗ്ഷനെ വിളിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫംഗ്ഷനെ വിളിക്കാം. ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ ഈസ് കോൾഡ് ബൈ ഇറ്റ്സെൽഫ് എന്നൊക്കെ പറയാം. റിക്കർഷൻ പോലുള്ള എക്സാമ്പിളാണ് അത്. സത്യം അതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ കോളിംഗ്. സോ നെക്സ്റ്റ് ഈസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫംഗ്ഷനകത്ത് അടുത്ത കാണുന്നത് ഫംഗ്ഷൻ്റെ ബോഡി എല്ലാം കഴിഞ്ഞ് കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. സോ വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഏതൊരു ഫംഗ്ഷനും എന്തെങ്കിലും വാല്യൂസ് തിരിച്ച് കോളി ഫംഗ്ഷനിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരാണോ തന്നെ വിളിച്ച ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആരാണോ എവിടെയാണോ തന്നെ വിളിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. When JavaScript reaches a return statement, the function will stop executing. If the function was invoked from a statement, the JavaScript will return to execute the code after the invoking statement. Functions often compute a return value. The return value is returned back to the caller. Who is the caller? ആ കോളറിലേക്കായിരിക്കും ആ ഫംഗ്ഷൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് പോകുന്നത്. സോ
ഒരു ഫംഗ്ഷനകത്ത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും ഫംഗ്ഷൻ തൻ്റെ കൺട്രോള് ബാക്ക് ടു ദ കോളർക്ക് നൽകുന്നു. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ വാല്യൂസും കൊണ്ടായിരിക്കും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി താഴെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് കൊണ്ടുവരുന്ന വാല്യൂ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഫൈനൽ എക്സാമ്പിൾ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം മനസ്സിലാക്കുന്ന വഴി നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. സോ വി നോ ദാറ്റ് ഫസ്റ്റ് വി വിൽ റൈറ്റ് HTML ഹെഡ്. HTMLും ഹെഡും നമ്മൾ എഴുതും. അതിനുശേഷം ഞാൻ ആ ഹെഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ബോഡി വന്നിരിക്കുന്നു. ക്ലിക്ക് ദ ഫോളോയിങ് ബട്ടൺ ടു നോ അബൌട്ട് മൈസെൽഫ് എന്ന് കൊടുത്തിരിക്കുന്നു. ഐ പുട്ട് എ ഫോം ദെയർ. ഞാനൊരു ഫോം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പിനകത്ത് ബട്ടൺ ഓൺ ക്ലിക്കിൽ ഒരു ബട്ടൺ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഫോമിൽ. ആ ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ കോൾ പ്രോക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, കോൾ പ്രോക്ക് എന്ന് എഴുതുന്ന ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ഇൻവോക്കേഷനാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം കോൾ ചെയ്യുമ്പോഴത്തേക്കും നേരെ കൺട്രോൾ ഫംഗ്ഷനിലേക്ക് പോകും. ഫംഗ്ഷൻ കോൾ പ്രോക്കിനകത്ത് var x എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. x is equal to പ്രോഡക്റ്റ് ഓഫ് 10,20 10, 20 രണ്ട് പാരാമീറ്റേഴ്സ്. ഇതാണ് അവിടുത്തെ പാരാമീറ്റേഴ്സ്. ഈ 10ൻ്റെയും 20യുടെയും പ്രോഡക്റ്റ് എടുത്ത് എനിക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ അടുത്തത് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വർക്കിംഗ് ആണ് ആദ്യം നടക്കുക. പ്രോഡക്റ്റ് കോൾ ചെയ്യും. പ്രോഡക്റ്റ് കോൾ ചെയ്യുമ്പോൾ നേരെ കോൾ പ്രോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് കയറിയിട്ട് ആദ്യം കോൾ പ്രോക്ക് വിളിച്ചു. കോൾ പ്രൊസീജിയർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് കയറി പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. കോൾ പ്രോക്ക് നേരെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കായിരിക്കും പോകുന്നത്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഫംഗ്ഷനാണ്. പ്രോഡക്റ്റ് ഫംഗ്ഷനകത്തായിരിക്കും ഈ 10ഉം 20യും എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. 10ഉം 20യും നേരെ 10 എന്ന് പറയുന്ന വാല്യൂ എയിലോട്ടും 20 എന്ന് പറയുന്ന വാല്യൂ ബിയിലോട്ടും സ്റ്റോർ ചെയ്യപ്പെടുന്നു, അഥവാ കോപ്പി ചെയ്യപ്പെടുന്നു, അഥവാ പാസ് ചെയ്യപ്പെടുന്നു. ഈ എയിലും ബിയിലും ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ 10 and 20 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എയും ബിയും മൾട്ടിപ്ലൈഡ് ആവുന്നുണ്ട്. സോ എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ നമുക്ക് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്ന ഈ ആൻസർ നേരെ വീണ്ടും എവിടെയാണോ കോൾ ചെയ്തത്, അതായത് പ്രോഡക്റ്റ് എന്ന് കോൾ ചെയ്തിടത്തേക്ക് ആൻസർ വരുന്നു. അത് അവിടെ നിന്ന് വീണ്ടും എക്സിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. സോ ദിസ് ഈസ് ദ ബേസിക് വർക്കിംഗ് ഓഫ് എ ഫംഗ്ഷൻ. ഹിയർ പ്ലീസ് ലിസൺ. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷനാണ് പ്രധാനമായും വർക്ക് ചെയ്യുന്നത്. ഒന്ന് കോൾ പ്രോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനും രണ്ടാമത്തെ പ്രോഡക്റ്റ് ഫംഗ്ഷനും. ബട്ടൺ ക്ലിക്ക് എന്നുള്ള ഇവൻറ്റിൽ ഞാൻ കോൾ പ്രോക്ക് കോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. കോൾ പ്രോക്കിനകത്ത് നിന്നുകൊണ്ട് ആ ഫംഗ്ഷൻ കോളിനകത്ത് നിന്നുകൊണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു. പ്രോഡക്റ്റ് ഫംഗ്ഷനകത്ത് 10 and 20 എന്നുള്ള പാരാമീറ്റേഴ്സ് പാസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ഫംഗ്ഷനിലേക്ക് കോളിംഗ് പോകുന്നു. അതിനകത്ത് നിന്ന് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വഴി ആൻസർ റിട്ടേൺ ചെയ്ത് എക്സ് എന്നുള്ള വാല്യൂ വരുന്നു. എക്സ് വേരിയബിളിൽ സ്റ്റോർഡ് ആവുന്ന വാല്യൂ അലേർട്ട് ഫംഗ്ഷൻ വെച്ച് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ. ഇത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പാഠ്യഭാഗത്തിൽ നമ്മൾ കണ്ടത് ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ബേസിക് കൺസെപ്റ്റാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ടൈപ്സ് ഓഫ് ഫംഗ്ഷനുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു പാഠ്യഭാഗത്തിൽ ബേസിക് ഫംഗ്ഷൻ്റെ വർക്കിംഗ് എന്താണ്, ഫംഗ്ഷൻ എന്താണ് എന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.